എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറെ നാളായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്തിട്ട്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടല്ല ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കുറച്ച് മുന്നത്തെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക ഹാപ്പി ന്യൂസ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്, അതായത് നമ്മുടെ അനു ഫാമിലി മിനിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 7 months ആയിട്ടില്ലേ. അപ്പോ കുറച്ച് നാൾ മുന്നേ, അതായത് ഒരു 1 month ആവുന്നുള്ളൂ, അതിനുള്ളിൽ നമ്മുടെ ചാനല് ഫുള്ളി മോണിറ്റൈസ് ആയിട്ടുണ്ട്. അതായത് 1000 മേലെ സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട്, 4000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയൊരു ഹാപ്പി ന്യൂസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസിൽ പറയാറുണ്ട്, ഞാനൊരു സുപ്രഭാതത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. നിങ്ങൾ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ സാധാ ഒരു വീട്ടമ്മയാണ്, പഠിപ്പ് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ണികളൊക്കെ ചെറുതല്ലേ, അപ്പോൾ അവരെ വിട്ടിട്ട് വേറെ ജോലിയും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല. അപ്പൊ സാധാ ഒരു വീട്ടമ്മ ആയിട്ട് പോണ ടൈമില് ഉണ്ണികളും ഏട്ടനൊക്കെ ഡ്യൂട്ടിക്കും സ്കൂളിലൊക്കെ പോകുമ്പോ ഞാൻ തികച്ച് ഒറ്റപ്പെട്ടിട്ടാണ് ഇരുന്നുവന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു റിലീഫാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടെത്തിയത്. പക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ 7 month കംപ്ലീറ്റ് ആവുന്നുള്ളൂ, അതിന്റെ ഉള്ളിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയി. അതും ഫുള്ളി മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു, എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഒന്നുമില്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയ യൂട്യൂബ് ചാനല് ജസ്റ്റ് എന്റെ ഒരു ടൈം പാസ്, എന്റെ സമയം നമ്മൾ എന്താ പറയാ, സമയമൊന്നും മാറ്റി വിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനല് പെട്ടെന്ന് അങ്ങോട്ട് കയറി ക്ലിക്കായി. കുഴപ്പമില്ല, കുറെ പേര് ഏറ്റെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അയ്യോ അനു ചേച്ചി അനക അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് കേട്ടോ. അത് എന്നെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫുള്ളി എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്താ പറയണ്ടേന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി ന്യൂസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4000 വാച്ച് അവേഴ്സ് അതും ഇതൊക്കെ ഓക്കെയാണ്. പിന്നെ നമുക്ക് ഡോളർ കയറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡോളറും കാര്യങ്ങളൊക്കെ മെല്ലനെ കേട്ടോ കയറാം. അതിപ്പോ നമ്മുടെ വീഡിയോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ഇടക്കാലം വെച്ചിട്ട് എനിക്ക് ഭയങ്കര മടി പിടിച്ചു. ഭയങ്കര മടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മടി പിടിച്ചു. പിന്നെ എന്താ പറയാ, വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടൽ കുറവായിരുന്നു. ഷോർട്സ് അപ്ലോഡ് ചെയ്തായിരുന്നു. പിന്നെ ഇനി ഞാൻ പറയാൻ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പോ ഇതുവരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് മോണിറ്റൈസ് ആവാത്ത യൂട്യൂബ് ചാനലുകൾക്ക് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിക്ക് തന്നെ ഷോർട്സ് നന്നായിട്ട് അപ്ലോഡ് ചെയ്തായിരുന്നു. നമുക്കിപ്പോ നമ്മുടെ വീട്ടിൽ ബൊമ്മുണ്ട്, അതുപോലെ തന്നെ ഉണ്ണികള്, അവരൊക്കെ വെച്ചിട്ട് ഷോർട്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടി പൂച്ചക്കുട്ടി അവന്മാരൊക്കെ വെച്ച് എന്താ പറയാ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഷോർട്സിൽ കൂടെ കയറി കിട്ടും. അതായത് ഈ ഷോർട്ട് വീഡിയോ കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ആദ്യം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് ലോങ് വീഡിയോസിൽ നമുക്ക് ഒന്നുമില്ല, നമുക്ക് വ്യൂസിനനുസരിച്ച് നമുക്ക് അതിൽ വാച്ചോറും കാര്യങ്ങളൊക്കെ കയറണ്ടേ. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ചെയ്ത മണ്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നേരിട്ട് ഞാനത് വാട്സപ്പ് ത്രൂ, ഫേസ്ബുക്ക് ത്രൂ, ഇൻസ്റ്റാഗ്രാം അങ്ങനെ വഴി ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തോളുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സ്റ്റേണൽ ലിങ്ക് ആണ്. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് ചാനൽ റെക്കമെൻഡേഷനിൽ പോരാ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യക്ക് തന്നെ നമ്മുടെ ഒരു എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിന്. അപ്പൊ എനിക്കത് ആദ്യം ആ പോയിന്റ് ഒന്നും പോയിണ്ടായിരുന്നില്ല. അത് വിചാരിച്ചിട്ട് ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തു തന്നെ. ലോങ് വീഡിയോസിൽ നമുക്ക് അറിയുന്ന കുറച്ച് പേരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കയറ്റാൻ പറ്റും. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോ ഞാൻ ചെയ്ത മണ്ടത്തരം അതായിരുന്നു ആദ്യക്ക്. അപ്പൊ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുക. ഒരു ദിവസം 1, 2, 3 ഷോർട്സ്. കാലത്ത് നമ്മള് ചോറ് തിന്നണ പോലെ കാലത്ത് കഞ്ഞി, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് ചോറ്. അപ്പൊ അതേപോലെ നമ്മള് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ആ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതിപ്പോ ദിവസം ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ലെങ്കിലും 1.5 ഇടം ഇട്ടിട്ടോ ആഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ വെച്ചിട്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ റിലേറ്റഡ് വീഡിയോയിൽ നമ്മുടെ ഈ ലോങ് വീഡിയോനെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ആ ലോങ് വീഡിയോ ചിലപ്പോ എന്താ പറയാ കാണുന്നവര് ചിലപ്പോൾ അറിയാതെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യൊന്നും തട്ടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ അല്ലേ. ഇനിയിപ്പോ അതിൽ ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താക്കും, കുഴപ്പമില്ല,
ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ നമ്മളെ ഏറ്റെടുത്തോളും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത ആദ്യത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ വന്നൊരു ഐഡിയ ആണ് ഇപ്പം ഈ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഓക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമുക്കിനി 4000 വാച്ച് അവേഴ്സ് വേണ്ടത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് ഒരു 10 മിനിറ്റ്സിന്റെ ഉള്ളിലുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തോണ്ടേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷം കൊണ്ട് നമുക്ക് 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവാൻ വേണം. അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും വേണം. അപ്പോൾ നമ്മൾ ഈ 1 മിനിറ്റ് 2 മിനിറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഞാനൊക്കെ ചെയ്തു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ്സ് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സ്. അപ്പോൾ നമ്മളെ ബന്ധുക്കാർ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 10-15 പേര് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ, അരമണിക്കൂർ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറിന് 1 അവേഴ്സ് അങ്ങനെ വെച്ച് കയറുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. പിന്നത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പിന്നെന്താ ഞാൻ ചെയ്തത്, അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ നമ്മൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് കാണാം. അങ്ങനെ കവർ കൂട്ടാട്ടാ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 1-2 വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാം. ഇപ്പൊ ഞാൻ എടുക്കണ പോലെയൊക്കെ എടുക്കാം. അപ്പൊ അതൊക്കെ അത്യാവശ്യം റെക്കമെൻഡേഷനിൽ പോവും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞാൻ ചെയ്ത പരിപാടികൾ, ഇത്രയൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാർച്ച് 9-ാം തീയതി 3-ാം തീയതി തോന്നുന്നുണ്ട്, 2025 മാർച്ചിലാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് November 3. അപ്പൊ November 3 മുന്നേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അത് ഫുള്ളി മോണിറ്റൈസ്ഡ്, നമ്മുടെ ഡോളർ വന്നിട്ടുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നേ കിട്ടിയ വീഡിയോസ് ഉണ്ടാവില്ലേ, അതിന്റെ ഒക്കെ വാച്ച് അവർ ഇങ്ങനെ തിരിച്ച് കുറഞ്ഞു വരും. അപ്പൊ പിന്നെ അത് പ്രോബ്ലം ആക്കാനില്ല. പിന്നെ നമുക്ക് ഡോളർ കയറി തുടങ്ങുമല്ലോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പോയിന്റ് ആണ് കേട്ടോ. നമ്മുടെ ചാനൽ ഫുള്ളി മോണിറ്റൈസ് ആയി, നമ്മൾ ഇനി ഇങ്ങനെ പൈസ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെക്കാനൊന്നും സ്ഥലമില്ല. അതൊക്കെ ശുദ്ധ മണ്ടത്തരാട്ടാ. യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, നമുക്ക് ചെന്ന വഴിക്ക് മോണിറ്റൈസ് ആയ വഴിക്ക് നമുക്ക് ഡോളർ ഇങ്ങനെ വാരി കോരി ഇട്ട് തരില്ല. അതിനൊക്കെ അതിൻ്റെതായ കുറെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3000 നമ്മൾക്ക് എന്തായാലും നമ്മുടെ യൂട്യൂബിന്റെ ഇതില്ലേ, അതിന്റെ പേരെന്താണ്, യൂട്യൂബ് സ്റ്റുഡിയോ. ആ യൂട്യൂബ് സ്റ്റുഡിയോയില് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നമ്മളുടെ ഏറ്റവും അടിയിൽ ഏൺ എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. ആ ഏൺ എന്ന് പറഞ്ഞ പേജിൽ നമുക്ക് വാലിഡ് പബ്ലിക് വാച്ച് അവേഴ്സും ഉണ്ട്, വാലിഡ് പബ്ലിക് ഷോർട്ട് വ്യൂസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഷോർട്ട് വ്യൂസ് ഇത്ര മില്യൺ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 3 മാസത്തിന്റെ ഉള്ളിൽ മോണിറ്റൈസ് ആവണം. ഞാൻ ലോങ് വീഡിയോസിനാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഏണില് നമുക്ക് എത്ര വാലിഡ് പബ്ലിക് വ്യൂസ് വാച്ച് അവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു 3000 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതൊക്കെ എനിക്ക് രമ്യ ചേച്ചിനിട്ടാ സഹായിച്ചത്. നമ്മുടെ യൂട്യൂബിലുള്ള ചേച്ചിനാണ് മറ്റേ സ്റ്റോറീസ് ഓഫ് എപ്പിക്സും അതുപോലെ തന്നെ സ്പാർക്കിൾസ് എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട്. അപ്പൊ ആ ചേച്ചിനെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞില്ല, എനിക്ക് ആകെ ടെൻഷനായിരുന്നു. ഇനിയിപ്പോ ഞാൻ ചെയ്താൽ ശരിയാവോ, എന്താവോ എന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ സിമ്പിൾ പ്രൊസീജിയറാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 3000 ആയപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് അപ്രൂവൽ വന്നു. ഓക്കെയാണ്. വേറെ കോപ്പിറൈറ്റോ അതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റോ അങ്ങനത്തെ യാതൊരുവിധ കുഴപ്പമില്ല കേട്ടാ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ നമ്മൾ ചിക്കൻ കറി, മാമ്പഴപ്പുളിശ്ശേരി, അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇടുമ്പോൾ ഈ മാമ്പഴപ്പുളിശ്ശേരിയും ചിക്കൻ കറിയും ഒക്കെ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരുമോ, അങ്ങനെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം ഇപ്പോൾ ഒരു പുതിയ പോളിസി നിലവിൽ വന്നിട്ടുണ്ടല്ലോ, റീയൂസ്ഡ് കണ്ടന്റ് പാടില്ല, അങ്ങനെ കുറെ എക്സിട്ര കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഈശ്വര, ഇനി എന്റെ റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് എന്റെ യൂട്യൂബ് ചാനൽ അങ്ങനെ എടുത്ത് കളയോ, ബാൻ വരുമോ, സ്ട്രൈക്ക് വരുമോ, അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് റെഡി ആവില്ലേ എന്നൊക്കെ ഒരു കേവലം നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്ലൈ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് അപ്രൂവൽ വന്നു. നമ്മൾ 3000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ നമുക്കൊരു വലിയൊരു എയിമായിരുന്നു, നമ്മളെ 4000 ആവണം. അങ്ങനെ
ആശിച്ച് മോഹിച്ച് ഒടുക്കം നമ്മൾ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് പിന്നെ വേറെ പ്രൊസീജിയർ ഒന്നുമില്ല കേട്ടോ. ഈ 3000 വാച്ച് അവേഴ്സിന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ കംപ്ലീറ്റ് നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് നമുക്ക് അപ്രൂവൽ തരാം. അപ്പൊ ഈ 4000 വാച്ച് അവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പിന്നെ അത് അപ്ലൈ മാത്രം ഞെക്കി കൊടുത്താൽ മതി. പിന്നെ അത് ഓട്ടോമാറ്റിക് ആവും. പിന്നെ നമ്മുടെ എൻ പേജിൽ നമ്മുടെ വാച്ച് അവേഴ്സ് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ വാച്ച് അവേഴ്സ് കുറയുണ്ടോന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. കുറയുന്നാണ് പറയുന്നത്, അറിയില്ല. അപ്പൊ അതങ്ങനെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഡോളറിന്റെ കാര്യം, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വിചാരിക്കും ഞാൻ ഇനിയിപ്പോ ഡോളർ ഇങ്ങനെ മാന്തി അലമാരയിലും ഫ്രിഡ്ജിലും ഒന്നും വെക്കാൻ സ്ഥലമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നമുക്ക് 1 മന്ത് ആയിട്ടുള്ളൂ, 1 മന്ത് ആവുന്നുള്ളൂ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ട്. എന്റെ കയ്യിൽ ആകെ $7.39 ആയിട്ടുള്ളൂ. അതായത് ഇന്ത്യൻ വാല്യൂ വെച്ചിട്ട് 88 രൂപയാണ് ഒരു ഡോളറിന്റെ വില. അപ്പോ ഏകദേശം ഒരു 600-700 ഞാൻ കണക്കിൽ ഇത്തിരി വീക്കണ്, എനിക്ക് കാൽക്കുലേറ്റർ വേണം. അപ്പൊ അത്ര ആയിട്ടുള്ളൂ, $10 പോലും ആയിട്ടില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, നമ്മുടെ ചാനല് റെക്കമെൻഡേഷനിൽ പോവുക, അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡോളർ കയറി തുടങ്ങും. അങ്ങനെയാണ് എന്റെ ഒരു നിഗമനം, ഞാൻ കേട്ടറിഞ്ഞതും. പിന്നെ നമ്മൾ കുറെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ. പിന്നെ എന്ന് വെച്ചാൽ കുറെ പേര് നമ്മൾ പേടിപ്പിക്കാനും അങ്ങനെയും ഇങ്ങനെയും എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അതൊന്നും മൈൻഡ് വെക്കേണ്ട. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു അനുഭവം, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത്ര വരെ എത്തിയിട്ടുള്ള എൻ്റെ ഒരു ജേണിയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് എല്ലാവർക്കും അറിയാലോ, അനു ഫാമിലി മിനിറ്റ്സ്. അനൂസ് ആയിരുന്നു. കുറച്ച് പേര് കുറച്ച് ഇതൊക്കെ പറഞ്ഞു വന്നു, അത് പേര് വേണ്ട, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ പേര് മാറ്റി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്പീഡ് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓട്ടോമാറ്റിക് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ പരമാവധി ഇങ്ങനെ കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ നടക്കണില്ല. പിന്നെ എന്താ ഞാൻ പറയാൻ വന്നത്, ഇത്രയൊക്കെ തന്നെയാട്ടാ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ജേണി. അപ്പോൾ ആരും ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കേണ്ട. അയ്യോ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, എന്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാട്ടാ. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ലെങ്കിൽ ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടമുള്ള ഷോർട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഒപ്പം തന്നെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് വിചാരിച്ച് ഇപ്പൊ ഞാനിപ്പോ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തു, വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, ഇനിയിപ്പോ എനിക്കൊരു വ്യൂസ് എന്റെ ചാനൽ ഇതാവില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പരാജയപ്പെട്ട് പിന്മാറി പോകരുത്. നമ്മള് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ എണ്ണം കൂട്ടണം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരെയും കോപ്പി അടിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം. ഇപ്പൊ കോമഡി, അതുപോലെ തന്നെ എന്തെങ്കിലും ഷോർട്ട് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറെ പേര് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, സ്വന്തമായിട്ട് അഭിനയിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിച്ചാൽ അങ്ങനെ കഴിവുള്ളവർ അങ്ങനെ ചെയ്യാം. പിന്നെ പല മേഖലകളുണ്ടല്ലോ, ഡ്രോയിങ്, എഡ്യൂക്കേഷൻ, പിന്നെ പാഷൻ. ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കുക്കിംഗ് ഉണ്ടാവും, ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടാവും, സ്റ്റിച്ചിങ് ഉണ്ടാവും, എക്സെട്ര ഇഷ്ടമാതിരി നമ്മുടെ യൂട്യൂബ് ചാനല് ഇതുണ്ടാവും. പക്ഷെ അത് വിചാരിച്ച് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ്, പിന്നെ ഇതിനുള്ള ഇപ്പൊ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കുത്തിക്കയറ്റിയാലോ, അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടാ. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ യൂട്യൂബ് ചാനലാണ്. എന്റെ യൂട്യൂബ് ചാനൽ ഇന്ന് വരെ എന്റെ യൂട്യൂബ് ചാനൽ യാതൊരു പ്രശ്നം വന്നിട്ടില്ല. ഈ വക അവിടെ നിന്നുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റിയിട്ടും യാതൊരു കുഴപ്പം വന്നിട്ടില്ല. അപ്പൊ അതൊന്നും വിചാരിച്ച് നിങ്ങൾ പേടിച്ച് പിന്മാറേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ ചെയ്യാ, വീഡിയോസ് ഇടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം. പിന്നെ ഇടയ്ക്ക് എന്റെ പോലെ ഇങ്ങനെ മടി പിടിച്ചൊന്നും ഇരിക്കരുത് കേട്ടാ. മടി പിടിക്കാണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും, നമുക്ക് ഡോളറും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഡോളർ എനിക്ക് ഇത്രയല്ലേ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് യൂട്യൂബ് കനിഞ്ഞ് തരുന്നതാണ്. വേണമെങ്കിൽ ഇന്നാ കുറച്ചെന്ന് പറഞ്ഞിട്ട് തരുന്ന പോലെ നമുക്ക് യൂട്യൂബ് ചാനൽ തരുന്നത്. യൂട്യൂബ് ചാനലല്ല, യൂട്യൂബ് നമുക്ക് തരുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ, എന്നും ഞാൻ പറയുന്ന പോലെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ഒരു യൂട്യൂബ് ജേണിന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെയൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പൊ ടെൻഷൻ അടിച്ച് വിഷമിച്ച് പുകഞ്ഞിരിക്കുന്ന ആൾക്കാരും കുറെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തോ. അപ്പൊ എന്റെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ബോക്സ് ഉണ്ടല്ലോ, കമന്റ് ബോക്സിൽ പറഞ്ഞോ. എന്നെ കൊണ്ട് അറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. അഭിയേട്ടൻ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അഭിയേട്ടൻ അടിയിൽ കുറച്ച് പണിയില്ല, അല്ലെങ്കിൽ അങ്ങേരും കൂടി നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്തേനെ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് കൂടി ഉണ്ട്, ഞാൻ പോണ വഴി പറഞ്ഞുതരാം. അപ്പൊ ടാറ്റ, ബൈ ബൈ, സീ യു.